ധനുഷേ, നമ്മുടെ തിരുവനന്തപുരം MP ശശി തരൂർ എവിടെ പുള്ളിക്കോ? ഇവിടെ അതാ ഞാൻ ചോദിക്കാൻ വന്നത്. ഇത് ഞാനല്ലേ ചോദിക്കണ്ടേ? പുള്ളി അടുത്ത 5 കൊല്ലത്തേക്ക് ഇനി കാണാൻ കിട്ടത്തില്ല. കാണാൻ പുള്ളിക്കാരൻ പാർലമെന്റിൽ കാണുന്നു. അവിടെയും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. മോദി മറ്റേ വെള്ളം കുടിക്കാനായിട്ട് കൊടുത്തപ്പോ ഐവിയുടെ അത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ശശി തരൂരിനെ ഏരിയയിലെ കണ്ടില്ലല്ലോ. അല്ല, ഇവിടെ കണ്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ നിന്നെങ്കിലും കാണണ്ടേ? ഇവിടെ ഇല്ല, അവിടെ ഇല്ല. പിന്നെ ഇവിടെ പോയി എനിക്കറിയത്തില്ല. ഇനിയിപ്പോ വേൾഡ് കപ്പ് നടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ തപ്പി നോക്കി. അവിടെയുള്ള സ്റ്റേഡിയത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ എവിടെയോ നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം എവിടെയോ ചെറിയൊരു ചിത്രം ഞാൻ കുബുത്തികൾ, അതൊരു ദോഷയൊക്കെ ദൃക്കുകൾ പല മോശപ്പെട്ട കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ശശി തരൂർ അവർ പറയുന്നത് ഒരു കോളേജ് കുമാരൻ ആയി മാറിയിരിക്കുകയാണ് അദ്ദേഹം. ഇങ്ങനെ വിലസി കറങ്ങി നടക്കി ക്ലാസ്സിൽ കയറാത്ത കുട്ടിയെ പോലെ കറങ്ങി നടക്കുകയാണ്. തരൂറായിട്ട് ജനിക്കണം. കാരണം തരൂറിന് ഈ അടുത്ത 5 കൊല്ലം എന്ന് പറയുന്നത് അല്ല, ജിങ്കാലാലയാണ്. ജിങ്കാലാല എന്ന് പറഞ്ഞ ഷാമതി കാര്യം ആലോചിക്കുന്നുണ്ടാവും. 10 കൊല്ലം തിരുവനന്തപുരത്തുള്ള ജനങ്ങളെ തരൂറിനെ വിജയിപ്പിച്ചു വിട്ടു. തരൂർ ഒന്നും ചെയ്തിട്ടില്ല. തിരുവനന്തപുരം ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൊണ്ടുവന്നു, ഒരു ലൈറ്റുകൾ വെച്ചു. ഒരു 10 പതിറ്റാണ്ട് ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചു. എന്നിട്ട് അതും മനസ്സിലാക്കാത്ത ഇവിടുത്തെ തിരുവനന്തപുരത്തെ തലസ്ഥാന നിവാസികൾ അദ്ദേഹത്തെ വീണ്ടും എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ തീരദേശത്തുള്ളവരുടെ വോട്ട് കൊണ്ടാണ് തരൂർ ജയിക്കുന്നത്. ഈ തീരദേശത്തുള്ളവരാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഈ തീരദേശത്ത് ശശി തരൂർ ഒരു വട്ടമെങ്കിലും പോയോന്ന് എനിക്കറിയില്ല. അവിടെ കണ്ടിട്ടില്ല. അവിടെ പോയത് ശശി തരൂരിന് തിരിച്ചു വരാൻ പറ്റില്ല. ശശി തരൂരിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് ഇവിടെയുള്ള തീരദേശങ്ങളുണ്ടല്ലോ, തീരദേശങ്ങൾ മുഴുവനായിരുന്നു എൻ്റെ വിളനിലങ്ങൾ എന്ന് പറയുന്നത്. കാരണം തീരദേശത്ത് എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇവിടെ തീരദേശത്തെ പല സംഘടനകളുടെയും ആൾക്കാരുടെ സോഴ്സുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവരിവിടെ എന്ത് പ്രശ്നം നടന്നാലും അങ്ങോട്ടേക്ക് ഞാൻ ചെല്ലും. അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരദേശത്ത് എന്തെങ്കിലും ഇപ്പോൾ കടൽ കയറുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വീടുണ്ടല്ലോ, വീട് വേലിയേറ്റം കാരണം ഇടിഞ്ഞ് പോയാലോ, ഓഖി ദുരന്തം വന്നപ്പോഴോ, ഞാൻ റിപ്പോർട്ടറായിട്ട് ആദ്യമായിട്ട് ബ്യൂറോയിലോട്ടല്ല പോകുന്നത്, നേരെ പൂന്ത്ര കടപ്പുറത്താണ് പോകുന്നത്. കടപ്പുറത്താണ് കാലത്ത് വയ്ക്കുന്നത് ഓഖി ദുരന്തം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ് തീരദേശത്തെ ആൾക്കാരുടെ പ്രശ്നം പഠിക്കാൻ. തീരദേശത്തുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിനായിട്ടുള്ള പ്രശ്നം അവർക്ക് പുലിമുട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് പുലിമുട്ടില്ല. കടൽ കയറുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുലിമുട്ടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടല്ലോ എന്ത് ഗംഭീരമായിട്ടുള്ള പുലിമുട്ടുകളാണ് അവിടെ അദാനി കൊണ്ടിട്ടിരിക്കുന്നതെന്ന്. 10 കൊല്ലമായി ഒരു പുലിമുട്ട് പോലും അവർക്ക് നേരെ ചൊവ്വ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത. ഇതിന് ആ ശംഖുമുഖത്തോട്ട് ചെല്ലണം. കടലടുക്കങ്ങൾ പണിതെടുത്ത ശംഖുമുഖം അവിടെ ഇല്ല. ശംഖുമുഖം പോയി. പകുതിയിൽ കൂടുതൽ ശംഖുമുഖം എടുത്തുകൊണ്ട് അല്ല പോരാത്തത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് പറയുന്നത്, ISROവുമായിട്ട് കൈകോർത്തു. ISROവുമായിട്ട് കൈകോർത്തിട്ട് സുരേഷ് ഗോപി പറയുന്നത്, സോംനാഥ് ചെയർമാനായിട്ടുള്ള സോംനാഥിനെ പോയി കണ്ടിട്ട് സുരേഷ് ഗോപി പറയുന്നത്, മുല്ലപ്പെരിയാറിന്റെ അപകട ഭീഷണി ഒഴിയാനായിട്ട് സാറ്റലൈറ്റ് വഴി മുല്ലപ്പെരിയാറിന്റെ ഈ വെള്ളത്തിൻ്റെ ആ അളവ് അളക്കുന്നതും അതിലെത്ര ചളിയുണ്ട് എന്ന് അളക്കുന്നതടക്കം, ഈ മഴ എത്രത്തോളം പെയ്യാം, എത്രത്തോളം പെയ്തു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ എത്രത്തോളം നിറയാം, അപകട ഭീഷണി എത്രത്തോളം ഉണ്ട് എന്നിങ്ങനെയുള്ളത് സാറ്റലൈറ്റ് വഴി നമുക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി എന്ത് ചെയ്തേക്കാണ്, ഗുണകരമായിട്ടുള്ള കാര്യം. അതെ, സുരേഷ് ഗോപി പറയുന്നത് എന്താ അറിയോ, മുല്ലപ്പെരിയാറിന്റെ അപകട ഭീഷണി ഒഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപി അവിടെ ഇരുന്നിട്ട് മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പോൾ നടന്നു പോയി കഴിഞ്ഞാൽ കേരളത്തിലെ CPM-നും കോൺഗ്രസിനും വലിയ ക്ഷീണമാണ്. കാരണം മലയോര മേഖലയിലുള്ള വോട്ട് മൊത്തം BJPക്ക് പോലില്ലേ, അത് സമ്മതിക്കില്ല. സുരേഷ് ഗോപിക്ക് അതിനും വഴിയുണ്ട്. വൈഗ നദിയിലേക്ക് ഒരു തുരങ്കം പണിയണം. തുരങ്കം ഈ ശ്രീധരനടക്കം പറയുന്ന കാര്യം. അങ്ങനെ പണിത് കഴിഞ്ഞാൽ ഇതുവഴി വെള്ളം അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള അപകട ഭീഷണി ഒഴിയും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി നടത്തുന്നുണ്ട്. ഈ 10 കൊല്ലം ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ MP ആയി ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇവർക്ക് കടലിലേക്ക് പോകുമ്പോൾ ഒരു നാവിഗേഷൻ സിസ്റ്റം, കടലിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഇറങ്ങരുത്, ഒരു നാവിഗേഷൻ, അല്ലെങ്കിൽ കടലിലേക്ക് നിങ്ങൾ എപ്പോൾ കടൽ പ്രക്ഷുബ്ധമാവാം. ഇത് ഇപ്പൊ വിഴിഞ്ഞത്ത് ഹാർബർ വരാൻ പോവുകയാണ്. കടൽ പൂന്തറയുണ്ട്, കടപ്പുറങ്ങളാണ് തീരദേശം എന്ന് പറയുന്ന മുഴുവൻ. അവിടെ ഇവർക്ക് ഒരു പരിശീലനം കൊടുത്ത് അവിടെ ഇത്തരത്തിലൊരു സെറ്റപ്പ് വെച്ചിട്ട് കടൽ എപ്പോഴൊക്കെ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്, വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അത്തരത്തിലൊരു ചെറിയൊരു സാധനം, ഒരു കുഞ്ഞു സാധനമാണ് ചോദിക്കുന്നത്. ഈ 2019 തരൂറിനൊരു വിലയുണ്ടായി. 2019 വികസന രേഖ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇലക്ഷന് മുമ്പ്, അതായത് ഇത്രയും കാലം നടപ്പാക്കിയ വികസന രേഖ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സാധനം ഇറക്കി. 2019 താൻ MP ആയിരുന്നപ്പോൾ നടപ്പാക്കിയ കാര്യങ്ങൾ. ഈ സാധനം തന്നെ ഇപ്പൊ 2024 ഒരു ബുക്കായിട്ട് കൊണ്ടിറങ്ങി. ഈ കഴിഞ്ഞ ബുക്കിലുള്ളത് തന്നെയാണ് ഇതിലുള്ളത്. എന്നാൽ ഇതിലെന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞതിൽ ഒരു കണ്ടിന്യൂഷൻ കൂടെ ഉണ്ട്. അതായത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം, തീരദേശ നിവാസികളെ ഇത്രത്തോളം ദ്രോഹിച്ച ഒരു MP
നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. അവർ നോക്കി. എന്നിട്ടും ഇവൻ എങ്ങനെയാണ് തരൂറിന് വോട്ട്? പക്ഷേ തവണ തീരദേശം കുറെ സഹിച്ചു, തീരദേശം മാറ്റിക്കുത്തി. രാജീവ് ചന്ദ്രശേഖരൻ വെറും 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോറ്റത്. രാജീവ് ചന്ദ്രശേഖരൻ ഒന്ന് ആഞ്ഞു പിടിച്ചെങ്കിൽ ജയിക്കാമല്ലോ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. കാരണം പൊഴിയൂര് പോയിട്ട് പുതിയ പ്രോജക്റ്റ് ഒക്കെ പുള്ളി പ്രഖ്യാപിച്ചു. ആ പൊഴിയൂരാണ് ഇപ്പോ ഇന്നലെ മെനങ്ങാവുന്ന വലിയ ഇഷ്യൂ ആയിട്ട് കിടക്കുന്നത്. പൊഴിയൂര് അവിടെ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. മുതലപ്പൊഴി എന്താണെന്ന് അവിടെ ആർക്കും പിടികിട്ടുന്നില്ല. അവിടെ ചുഴിയാണോ, അവിടെ എന്താണ് ഈ പൊഴിയൂര് എന്ന് പറഞ്ഞാൽ? എനിക്ക് തോന്നുന്നു കടലും കായലും കൂടെ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? മുതലപ്പൊഴിയിൽ, അതായത് ഇവിടുന്ന് ബോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ച് കടൽ പ്രതികരിക്കും. അത് ശാസ്ത്രീയമായി അതിനെ പഠിച്ചേ മതിയാവും. അത് രാജീവ് ചന്ദ്രശേഖർ ഉദാഹരണം പറയുന്നത്. ശാസ്ത്രീയമായി അതിനെ പഠിച്ചുകൊണ്ട് മാത്രമേ അവിടെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് ശാസ്ത്രീയമായി പഠിച്ച ശേഷം ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് ഇപ്പോൾ ഉണ്ടാകുന്നതിന്റെ ഇരട്ടിയായിട്ട് അവിടെ ഇതിന്റെ റിയാക്ഷൻ ഉണ്ടാവും. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് അദാനിക്ക് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവരാൻ ഞാനാണ് മുൻകൈ എടുത്തതെന്ന് തരൂർ പറയുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ ഞാൻ എയർപോർട്ടിൽ നിന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ആരാ നിൽക്കുന്നത്? അദാനി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അദാനിയോട് ചോദിച്ചൂടെ, അദാനി തിരുവനന്തപുരത്ത് ഒരു പോർട്ടിന്റെ ഓഫർ ഉണ്ട്, നീ വരുന്നോ? അപ്പൊ തന്നെ അദാനി വിളിച്ചില്ലേ? അങ്ങനെയാണ് പോർട്ട് വരുന്നതെന്നാണ് ശശി തരൂർ പറയുന്നത്. 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. ശശി തരൂർ മന്ത്രിയായിരുന്ന ശശി തരൂർ 10 കൊല്ലം കഴിഞ്ഞ് ഇവിടെ കേരളത്തിൽ UDF ഭരിക്കുന്നു, അവിടെ UP ഭരിക്കുന്നു. തരൂർ മന്ത്രിയായിരുന്നു, തരൂർ ഇവിടുത്തെ MP ആയിരുന്നു. എന്നിട്ട് ഈ 10 കൊല്ലം കഴിഞ്ഞ് നരേന്ദ്രമോദി 2014 കയറി 1.5 കൊല്ലത്തിനകം വിഴിഞ്ഞം തുറമുഖം വന്നു. 1.5 കൊല്ലത്തിനകം വിഴിഞ്ഞം തുറമുഖം. അപ്പൊ തരൂർ പറയുകയാണ്, ഞാൻ അദാനിയോട് പറഞ്ഞൂടെ, അദാനി ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ദീർഘകാലം ഡൽഹിയിൽ 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. മന്ത്രിമന്ദിരത്തിൽ താമസിക്കില്ലായിരുന്നു, 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. ഇത്തവണയും തരൂറിന് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഇത്തവണ എന്ന് പറഞ്ഞാൽ 10 കൊല്ലം തരൂർ ഇവിടെ നിന്ന് ജയിച്ചു പോയി. ഇത്തവണ തരൂർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് കാരണം തോൽവി ഏകദേശം ഉറപ്പായതാണ്. കഷ്ടിച്ച് ജയിച്ചതാണ് ഇത്തവണ. പക്ഷെ ഇത്തവണയും ജയിച്ചു കഴിഞ്ഞപ്പോൾ തരൂറിന് ഇനി ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഇനി 5 കൊല്ലത്തിന് ശേഷം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല തരൂർ. ഞാൻ ഇനി മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് രാജയോഗമാണ്. ഫുഡ് അടിച്ച് പൊളിച്ചു കഴിയുക തരൂറിന്. അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം. ഇനി പ്രശ്നം ഉണ്ടായാലും ഞാൻ പറയട്ടെ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രതിഷേധം ഉണ്ടായാലും തരൂർ ഇവിടെ വന്നു കഴിയും. തരൂരിന് വരേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഇനി 5 കൊല്ലം ഞാൻ ഇനി വോട്ട് ചോദിക്കാൻ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് തരൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അധികാരം എന്ന് പറയുന്ന സാധനം. അദ്ദേഹത്തിന് സമ്പത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ സുഖസൗകര്യങ്ങളൊന്നും ഇതുകൊണ്ട് വേണ്ട. പക്ഷേ അധികാരം ഈ 5 വർഷം കൂടി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കും. ഇനി പൊട്ടാഭാഗ്യത്തിന് ഇന്നെങ്ങാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അടിച്ചെടുക്കാം. ആ ഒരു മനസ്സിലിരിപ്പിലാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിലൂടെ പാഞ്ഞു പോകുന്നതുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ചിട്ട് പോവുകയാണ്. ജെറ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ പുറകെ വണ്ടികൾ പോകുന്നു. അതും കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും പുറകിൽ ഒരു അനൗൺസ്മെന്റ് വണ്ടി വരുന്നു. അത് അനൗൺസ് ചെയ്യുന്നു, ശശി തരൂർ ഇതാ നന്ദി അറിയിക്കാൻ കടന്നു വരുന്നത്. അത് വരുന്നതിന് മുമ്പേ തരൂർ പൊക്ക കഴിഞ്ഞു. തരൂരിനെ ഇനി ഒരു 5 കൊല്ലത്തേക്ക് ഇവിടെ ആരും പ്രതീക്ഷിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ്, എനിക്ക് സംശയം, ഞാൻ തിരുവനന്തപുരംകാരനല്ല. ഈ തിരുവനന്തപുരംകാരുടെ മൈൻഡിൽ എന്താണ് ഇത്രയധികം അവരെ ദ്രോഹിക്കുന്ന ഒരു നയ പൈസയ്ക്ക് ഗുണമില്ലാത്തൊരു മനുഷ്യനെ ജയിപ്പിക്കാൻ ഈ തലസ്ഥാന നിവാസികളായ നിങ്ങളെന്താ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? അതായത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ജയിപ്പിക്കുന്ന ആൾക്കാരാരാണെന്ന് എനിക്കിപ്പോഴും ഞാൻ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു ഇത്തവണ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന്. പക്ഷേ ശശി തരൂർ വീണ്ടും 15,000 വോട്ടിന് ജയിച്ചപ്പോൾ വലിയ രീതിയിലുള്ള അമർഷം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. തീരദേശം എണ്ണുമ്പോഴാണ് തരൂർ എപ്പോഴും ജയിക്കുന്നത്. തീരദേശം നേരത്തെ രാജഗോപാൽ മത്സരിച്ച് ഏതാണ്ട് 19,500 10 റൗണ്ട് എത്തിയപ്പോൾ 19,500 വോട്ടിന്റെ ഭൂരിപക്ഷം രാജഗോപാലിന് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റു. ഞാനായിരുന്നു റിപ്പോർട്ടർ. അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹം ജുബ്ബ എടുത്തിടാൻ തുടങ്ങി. അതിനിടയ്ക്ക് അദ്ദേഹം ഫോൺ വിളിച്ചു. ആര്യോ കേന്ദ്രത്തിലോട്ട് ഡൽഹിയിലോട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് അവിടെ ഓറഞ്ച് ലഡു എല്ലാം വിതരണം ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് തീരദേശം എണ്ണുന്നത്. തീരദേശം എണ്ണീറ്റപ്പം എണ്ണി തുടങ്ങി താഴോട്ട് വന്നു. നിമിഷ നേരം കൊണ്ടാണ് അദ്ദേഹം താഴെ പോയത്. അതോടുകൂടി എഴുന്നേറ്റ രാജഗോപാൽ എന്ന് പറയുന്ന BJPയുടെ വലിയ നേതാവ് തിരിച്ച് അതേ കസേരയിൽ വന്നിരിക്കുന്ന കാഴ്ച, ദയനീയമായിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ഇപ്പോഴും ഇത്തവണയും രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം വളരെ 25,000-ന് മേളിൽ പോകുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു തീരദേശത്തോട്ട് വരട്ടെ, 10 റൗണ്ട് കഴിഞ്ഞ് തീരദേശത്തോട്ട് വരട്ടെ. തീരദേശം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ തീരദേശത്ത് വളരെ വലിയൊരു ക്ലാസ് ബോധവൽക്കരണം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാവണം.
അവരുടെ കഞ്ഞിയിൽ ഡെയിലി മണ്ണ് വാരി ഇടുന്ന ഒരാളാണ് ഈ ശശി തരൂർ. ആ ശശി തരൂരിനെ തിരിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ മണ്ണ് വാരി ഇടുന്ന ഒരാൾക്ക് വൈകിട്ട് പോയി ടാറ്റ കാണിക്കുന്ന പരിപാടിയാണ് അവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത്. ശശി തരൂർ ഒരു വിശ്വപൗരനാണ്. ഈ വിശ്വപൗരന്മാർക്ക് ഒരു ഗുണമുണ്ട്, എന്താ അറിയോ? ഗുണമാണെങ്കിൽ ഒരു ദോഷമായിട്ടാണ് വിശ്വപൗരന്മാർ ഒരിക്കലും MP ആവുന്നത്. ശശി തരൂർ നല്ലൊരു വ്യക്തിയാണ്. ശശി തരൂരിന്റെ വ്യക്തി ജീവിതത്തിലൂടെ നമുക്ക് കിടക്കണ്ട, അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. ശശി തരൂർ നല്ലൊരു വ്യക്തിയാണ്. ശശി തരൂരിന് UN-ലൊക്കെ പോയിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ശശി തരൂരിന് ചെയ്യാം. ഈ വിശ്വപൗരന്മാർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശ്വപൗരന്മാർ ഒരിക്കലും ഭരണസ്ഥാനത്തിരിക്കാൻ യോഗ്യതല്ല. കാരണം വിശ്വപൗരന്മാരെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന് കാണുന്ന ആൾക്കാർ. അതുകൊണ്ട് ഇവർ ഭരണസ്ഥാനത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കശ്മീർ ഇന്ത്യയുടെ അത് പാകിസ്ഥാന് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ സൗദി അറേബ്യ ഇടപെടണമെന്ന് പറഞ്ഞ ആളാണ്. അതെ, അതാ പറഞ്ഞ സൗദി അറേബ്യ ഒന്ന് ഇടപെടണം. അതെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. കാരണം കശ്മീരൊക്കെ എന്തിനാ ഇന്ത്യക്ക്, അതൊക്കെ പാകിസ്ഥാന് കൊടുത്തൂടെ എന്നൊക്കെ നിലപാട് അവർ എടുത്തു കളയും. ശശി തരൂർ അങ്ങനെ നിലപാട് എടുത്തിട്ടുണ്ട്. കശ്മീർ വിഭജിക്കണമെന്ന് പറഞ്ഞാൽ അരുന്ധതി റോയ് എന്ന് പറയുന്ന എഴുത്തുകാരിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി കൊടുത്തപ്പോൾ എന്തിനാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരുടെ സൈഡ് പിടിച്ച ആളാണ് ശശി തരൂർ. ഇതേ ശശി തരൂർ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജം കൂറും വിശ്വസ്തയും പുലർത്തുമെന്ന് രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളാണ്. ആ അഖണ്ഡതയാണ് ശശി തരൂരോട് ഉയർത്തിപ്പിടിച്ചത്. കാശ്മീർ പോകണമെങ്കിൽ പൊക്കോട്ടെ. അല്ല, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇദ്ദേഹം ഇസ്രായേലി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാജ്യം ഒന്നാകെ തലകുനിച്ച് നിൽക്കുകയാണ്. രാജ്യത്തിന്റെ നെടുന്തൂണ് വ്യാവസായിക കേന്ദ്രത്തിൽ അടിച്ച് നശിപ്പിച്ചവന്മാർ കയറിയിട്ട് രാജ്യം അത്തരത്തിൽ ദുഃഖത്തോടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ഇസ്രായേലിനെ നോക്കി നിങ്ങൾ ബഹുമാനപൂർവ്വം നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് അത് പറയാൻ പാടില്ല. ആ സമയത്ത് അത് പറയാൻ ഒരു കാരണവശാലും പാടില്ലാത്തൊരു വാക്ക് അദ്ദേഹം അവിടെ ഉപയോഗിച്ചു. തരൂർക്ക് ഇപ്പോൾ കുറച്ച് ബോധമൊക്കെ വരുന്നുണ്ട് ചില കാര്യങ്ങൾ. നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ടേമിൽ തരൂർ നല്ല ക്രൂക്കഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തരൂർ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും മോദി എതിർക്കരുത്, അത് ജനങ്ങൾ മോദിക്ക് ഫേവർ ചെയ്യുന്ന രീതിയിലായി പോകും. അങ്ങനെയൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഉപദേശിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും തരൂർ വിശ്വപൗരനായിട്ട് തന്നെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഇത് വേണം. കാരണം ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും പോയിട്ടില്ല. ആ സമയത്ത് വിദേശത്ത് കറങ്ങിയായിരുന്നു. സത്യപ്രതിജ്ഞ പോവേണ്ട ആവശ്യമില്ല ചാമയെ. കാരണം 5 കൊല്ലം അടിച്ചു പൊളിക്കാൻ പോവാണ്, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നമുക്ക്. അതായത് അടുത്ത കൊല്ലം ഞാൻ ഇങ്ങോട്ട് വോട്ട് ചോദിക്കാൻ വരുന്നില്ല. അതായത് ആരോ പൈസ കൊടുത്ത് മാനേജ്മെന്റ് സീറ്റിൽ ഒരു കുട്ടിക്ക് കോളേജിൽ, അത് നല്ലൊരു കലാലയത്തിൽ സീറ്റ് മേടിച്ചു കൊടുക്കുന്നത്, ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, കോളേജിൽ വരാനും താല്പര്യമില്ല, കറങ്ങി നടക്കാനാണ് ആ കുട്ടി. കാശ് കിട്ടുന്നുണ്ട്. ആ കുട്ടിക്ക് ഈ പൈസ കൊടുത്ത ആൾക്കാർ തന്നെ ഇനിയും ഫണ്ട് കൊടുത്തുകൊണ്ടേ ആ കുട്ടി ഇങ്ങനെ ലോകം മൊത്തം കറങ്ങി. അതാണ് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയുണ്ടോ, ഈ തരൂർ എവിടെ പോയി? തരൂരിനെ എവിടെ ഒന്നും കാണാനില്ലല്ലോ. രാഹുൽ ഗാന്ധി ഞെളിഞ്ഞിരിക്കുന്നു, തരൂരിനെ കാണാനില്ല. സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നിട്ടില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു രാഷ്ട്രപതിയുടെ മുറി പോയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അമൃത്പാൽ സിംഗ് എന്ന് പറഞ്ഞൊരു ഭീകരൻ വരുന്നുണ്ട് പഞ്ചാബിൽ, അവന്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ സത്യപ്രതിജ്ഞ. കറങ്ങി നടക്കട്ടെ. ഈ തിരുവനന്തപുരംകാർ BGM ഇട്ട് കൊടുക്കും, അതാണ് വേണ്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.